പഴയ കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന ഒരു മഹാരാജാവായിരുന്നു അശ്വപതി. അദ്ദേഹത്തിന് വളരെ സുന്ദരിയും ധർമ്മിഷ്ഠയുമായ ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേരാണ് സാവിത്രി. സാവിത്രിക്ക് വിവാഹപ്രായമായപ്പോൾ രാജാവ് അവൾക്ക് അനുയോജ്യനായ ഒരു വരനെ തേടി. പക്ഷേ സാവിത്രി തീരുമാനിച്ചിരുന്നു തൻ്റെ മനസ്സിനിണങ്ങിയ ഒരാളെ മാത്രമേ വിവാഹം ചെയ്യൂ എന്ന്. അങ്ങനെ സാവിത്രി രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വനത്തിൽ വെച്ച് സത്യവാനെ കണ്ടുമുട്ടി. സത്യവാൻ വളരെ ധൈര്യശാലിയും ധർമ്മിഷ്ഠനുമായ ഒരു യുവാവായിരുന്നു. സാവിത്രി സത്യവാനെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അശ്വതിയുടെ രാജഗുരു പറഞ്ഞു സത്യവാൻ നല്ലവനാണെങ്കിലും അദ്ദേഹത്തിന് ആയുസ് കുറവാണെന്ന്. ഇത് കേട്ടിട്ടും സാവിത്രി വിവാഹത്തിൽ നിന്ന് പിന്മാറുവാൻ തയ്യാറായില്ല. അവരുടെ വിവാഹം നടന്നു. സത്യവാനും ഒരു രാജാവിൻ്റെ മകൻ തന്നെയായിരുന്നു. അനർത്ഥങ്ങൾ കാരണം അവരുടെ രാജ്യം നഷ്ടപ്പെട്ട് വനത്തിൽ അഭയം തേടിയതായിരുന്നു. വിവാഹം കഴിഞ്ഞ് സാവിത്രി നാളുകൾ എണ്ണി ജീവിച്ചു. ഏകദേശം 1 വർഷം പൂർത്തിയാകാറായ സമയത്ത് സാവിത്രി നല്ല വ്രതത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. ഒരു ദിവസം കാട്ടിൽ വിറക് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സത്യവാൻ വീണു. അപ്പോൾ യമൻ അവിടെ വന്നു. യമൻ സത്യവാൻ്റെ ആത്മാവിനെ എടുത്തു. സാവിത്രി യമനോട് തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു നൽകണമെന്ന് അപേക്ഷിച്ചു. എങ്കിലും അദ്ദേഹം കേട്ടില്ല. പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവർക്ക് എന്നെ പിന്തുടരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ സാവിത്രി വിടാൻ തയ്യാറായില്ല. അവളുടെ ഭക്തി കൊണ്ട് സത്യവാൻ്റെ ജീവിതം തിരിച്ചു പിടിച്ചു.